my YouTube channel, and if you are new here, my name is Delisha. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 2025 ഒരു ജേർണൽ ഉണ്ടായിരുന്നു. അതായത് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന എല്ലാ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു ജേർണൽ എനിക്കുണ്ട്. ആൻഡ് ഈ ജേർണലിൽ അത്യാവശ്യം പേജ് ഇനിയും ബാക്കിയുണ്ട്. ബട്ട് ഐ ബ്രോട്ട് എ ന്യൂ ജേർണൽ ഫോർ മൈ 2026 ബ്ലൂ കളറിലാണ്. വാട്ട്സ് ബിക്കോസ് ഐ ലൈക്ക് ബ്ലൂ. ഞാൻ സ്കൈ ബ്ലൂ കളർ പോലെ നോക്കിയിട്ടുണ്ടായിരുന്നു, ബട്ട് അത് ഇവിടെ ഞാൻ നോക്കിയ സമയത്തൊന്നും കണ്ടിട്ടില്ല. സോ ഞാൻ ഈ ഒരു നേവി ബ്ലൂയിലേക്ക് കടന്നിട്ടില്ല, എന്നാലും ഒരു ബ്ലൂ കളർ ജേർണലാണ് ഞാൻ മേടിച്ചത്. ആൻഡ് ഐ ഹാവ് സോ മച്ച് ഓഫ് ഇൻസ്പോ ഇൻ പിൻട്രസ്റ്റ്. അപ്പം ഇത് ഞാൻ ഇതിൻ്റെ മുന്നേ ക്രിയേറ്റ് ചെയ്തപ്പം എന്ത് കൊട്ടിച്ചേർന്ന ഒരു പിക്ചർ കൂടെ ഉണ്ടായിരുന്നു, അത് പോയി. ആൻഡ് ഇങ്ങനെ ഇതിനേക്കാളും കുറച്ച് ഞാൻ ഇങ്ങനത്തെ കുറച്ച് പ്രിന്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതിലേക്ക് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ഒരു കവർ പേജ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആൻഡ് ഈ ഒരു ജേർണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ഉള്ള ഒരു സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്, അതായത് കോഴിക്കോട് നിന്നാണ് മേടിച്ചത്. ആൻഡ് ഒരു ക്രീം കളർ പേജാണ് ഇതിന് വരുന്നത്. നല്ല അത്യാവശ്യം കട്ടിയുള്ള പേജസ് തന്നെയാണ്. ആൻഡ് ലൈനൊന്നും വരുന്നില്ല, നോർമൽ പേപ്പറാണ്. ഇതിനൊരു ബാൻഡും ഇങ്ങനെ വരുന്നുണ്ട്. എനിക്കൊരു ക്യൂട്ടായിട്ട് തോന്നി. സൈസ് വരുന്നത് A5 ആണ്. ഇതും A5 തന്നെയാണ്. ഇതിൽ നിന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ കുറച്ച് പിക്ചേഴ്സൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജേർണൽ 2026 മാത്രമായിട്ട് വാങ്ങിയത്. ആൻഡ് ഐ ഹോപ്പ് ഇത്രയും പേജസ് ഞാൻ ചെയ്ത് തീർക്കും എന്നുള്ളത്. ആൻഡ് ലെറ്റ്സ് ഗോ. ഞാൻ കുറച്ച് പിക്ചേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലൈക്ക് ഇങ്ങനത്തെ കുറച്ച് പിക്ചേഴ്സ്. അപ്പം ഇതിലേക്ക് വെച്ചിട്ട് നോക്കണം എല്ലാം. അപ്പം കം ലെറ്റ്സ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി നോക്കാം. ലെറ്റ്സ് ഗോ. ആക്ച്വലി ഞാൻ ഈ എല്ലാ പിക്ചേഴ്സും പ്രിൻ്റ് ചെയ്തത് സ്റ്റിക്കർ ഷീറ്റിലാണ്. ഞാനിപ്പോഴാണ് സ്റ്റിക്കർ ഷീറ്റിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് നേരെ ഡയറക്റ്റായിട്ട് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി പറ്റും. ഗ്ലൂവിൻ്റെ ആവശ്യം പിന്നെ അവിടെ വരുന്നില്ല. ആൻഡ് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റിക്കർ പ്രിൻ്റ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം സാധാ പ്രിൻറ്റിൻ്റെ അത്ര തന്നെ പ്രൈസ് വരുന്നുള്ളൂ സ്റ്റിക്കർ പ്രിൻറ്റിനും. അപ്പം സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് ഞാൻ ഇങ്ങനത്തെ പ്രിൻ്റ് എടുത്തതൊക്കെ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ എം പ്ലാനിങ് ഇവിടെ, അതായത് ഈ ഒരു പോർഷനിൽ ഒരു റിബൺ കെട്ടുക. ഈ ഒരു ബ്രൗൺ റിബണാണ് ഞാൻ പ്ലാൻ ചെയ്തത് ഇവിടെ കെട്ടാൻ. ആക്ച്വലി എനിക്ക് തോന്നുന്നു വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ഒക്കെ ചേരും. പക്ഷേ എനിക്ക് ഈ ഒരു സൈസിൽ ഒരു റിബണാണുള്ളത്, പിന്നെ വലിയ സൈസിലുള്ളതാണ്, പിന്നെ റെഡ് ഉള്ളത്. റെഡ് എനിക്ക് തോന്നുന്നു ഇവിടെ രസമൊന്നുമില്ല. പിന്നെ ബ്രൗൺ ഉള്ളതുകൊണ്ട് ഞാൻ ബ്രൗണും കൂടി ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ്. ഇതിൽ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ലെറ്റേഴ്സും ഒന്ന് വെച്ച് നോക്കുകയാണ്. ബിക്കോസ് അതിനിപ്പം തെറ്റിപ്പോയാലോ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ സ്പേസ് ഇത്തിരി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഇതൊന്ന് വെച്ച് നോക്കുകയാണ്. ആൻഡ് ഇത് എൻ്റെ കയ്യിൽ ഒതുങ്ങാത്തതുകൊണ്ടാണ് ഞാൻ 2 പെൻസിലും പെന്നൊക്കെ വെച്ച് ചെയ്യുന്നത്. കാരണം ഇത് കുഞ്ഞി പ്രിൻ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ കൈൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നില്ല. ദാറ്റ്സ് വൈ ഐ യൂസ് പെൻസിൽ. ആൻഡ് അതിനുശേഷം സ്പേസ് എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം ഞാനിത് സ്റ്റിക്കറായിട്ട് അതിലെല്ലാം പേസ്റ്റ് ചെയ്ത് വെക്കാണ്. ആൻഡ് ലെറ്റ്സ് സീ. പിന്നെ ഉണ്ടല്ലോ, ഇത് കുഞ്ഞു പ്രിൻസ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല പണിയുണ്ട് ഈ ഒരു സംഭവം പൊളിച്ചെടുക്കാൻ ബാക്കിലുള്ള. ആൻഡ് കുറച്ച് അത്യാവശ്യം നമ്മൾ ടൈം എടുത്തിട്ടായിരിക്കും ഈ ഒരു പണി ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു നല്ല കുഞ്ഞായിട്ടുള്ളതാണെന്ന്. കാരണം മറ്റേതെല്ലാം ഒട്ടിക്കുന്ന സമയത്ത് എനിക്ക് അത്ര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഈ എല്ലാ പിക്ചേഴ്സും ഒട്ടിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അത് ഇങ്ങോട്ടേക്ക് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ ഒരു കുഞ്ഞ് സ്റ്റിക്കർ മാത്രമേ കുറച്ച് തോന്നെ സമയം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് അതെനിക്ക് കിട്ടിയത്. ആൻഡ് അതിനുശേഷം എല്ലാതും ഞാൻ ഈ ഒരു ബുക്കിൻ്റെ അകത്തേക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മളെ നെക്സ്റ്റ് പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റിബൺ ജസ്റ്റ് കട്ട് ചെയ്ത് അതൊരു ബോ ആക്കിയിട്ട് ഈ ബാൻഡിൻ്റെ മേലെ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ മുന്നേ. ആൻഡ് ഞാനിത് റീലിലേക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഫിംഗർ ടിപ്പ് ഇങ്ങനെ ടച്ച് ചെയ്തതാണ്. ആൻഡ് ഇങ്ങനെ നല്ല വൃത്തിയുണ്ട് കേട്ടോ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആവും എന്നുള്ളത്. മേ ബി ഞാൻ ഈ റിബൺ മാറ്റുമായിരിക്കും വേറെ റിബൺ മേടിച്ചിട്ട്. ബിക്കോസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡും ബ്രൗണും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രൗണാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ബ്രൗൺ വെച്ച്. ആൻഡ് ദെൻ നെക്സ്റ്റ് നമ്മൾ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഒരു സംഭവം സെറ്റ് ചെയ്യുക. അതായത് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആറ് ജോണിൽ അത് ഞാൻ ഫസ്റ്റ് ആ ഒരു കവറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബട്ട് അതിൻ്റെ ഉള്ളിലൊരു ചെറിയ സംഭവം ക്രിയേറ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഒരു ജേർണൽ കിറ്റ് ഉണ്ടായിരുന്നു. അതിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആണ് ഞാനിത് ചെയ്യുന്നത്. ആൻഡ് ഇത് ഞാൻ നല്ല സമയം എടുത്തിരിക്കുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നില്ല എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ വെച്ച് ഞാൻ ഭയങ്കര ടയേർഡായി. ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞ് പിക്ചേഴ്സ് ഞാൻ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത്ര ഞാൻ ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു അത് ചെയ്തതിന് ശേഷം. പക്ഷേങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ജോലികൾ നമ്മൾ കഷ്ടപ്പെടാനും റെഡിയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വെടുത്ത് വരുന്ന ഒരു ബോ ആണ് എൻ്റെ കയ്യിൽ വൈറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാനത് ഈ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ച് ആൻഡ് മറ്റേ സൈഡിൽ ഞാൻ എൻ്റെ പിക്ചറും അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ എൻ്റെ പേരും അവിടെ കൊടുത്ത്, പിന്നെ 2026 ആണല്ലോ ഈ ജേർണൽ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതും കുഞ്ഞതായിട്ട് ഒരു 2026 ഒരു കട്ടൗട്ടും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് യെസ്, നമ്മളങ്ങനെ നമ്മളെ ജേർണൽ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഔട്ട്പുട്ട് കണ്ടാലോ? സോ കണ്ടോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻസിൽ പറയാനും മറക്കരുത് കേട്ടോ. After കുറച്ച് സമയം ഓഫ് കഷ്ടപ്പെടൽ I made my journal so aesthetically and yeah, I'm so satisfied to see them. ഇത്രയും നേരം കഷ്ടപ്പെട്ടാലും ഇത് കാണുമ്പം കിട്ടുന്ന ഒരു സാറ്റിസ്ഫിക്കേഷൻ is so good. This is my delicious journal. Yes, and next we have ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കുറേ ഇവിടെ ഫുൾ മെസ്സായിക്കുന്നത്. ഇനി ഇവിടെ ഫുൾ വൃത്തിയാക്കാനുണ്ട്. സോ മച്ച് ഓഫ് തിങ്സ് ടു ഡു. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങളാരും ജേർണലിൻ്റെ കവർ പേജ് ഒന്നും ഇതുവരെ സെറ്റാക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് സെറ്റ് ഇറ്റ് നൗ. ഇറ്റ്സ് യുവർ ടൈം ഗേളീസ്. സോ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് എങ്ങനത്തെ വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. So let's see in the next video. Bye bye.